എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ക്രാച്ച് പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രാച്ച് പേപ്പറാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പം ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്, വൈറ്റ് പേപ്പർ ഇല്ലെങ്കിൽ ബുക്കിൻ്റെ ആ കട്ടിയായിട്ടുള്ള കവറില്ലേ അതെടുത്താലും മതി. അപ്പം ഞാനിപ്പം വൈറ്റ് പേപ്പറാണ് എടുത്തത്. എന്നിട്ട് അതിലിങ്ങനെ ഇതുപോലെ ഓരോ കളേഴ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മൊത്തമായിട്ട് ഈ ഒരു വൈറ്റ് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് കളേഴ്സ് ഫില്ല് ചെയ്യാം. സ്കെച്ച് പെൻ തന്നെ വേണമെന്നൊന്നുമില്ല. വാട്ടർ കളർ ആയാലും അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ, ഇപ്പോൾ കളർ പെൻസിലായാലും ക്രയോൺസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയാണ് ഇനി പണിയെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പം സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. സെല്ലോ ടേപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഈ ഒരു തിന്നായിട്ടുള്ള സെല്ലോ ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ വീതിയുള്ളത് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് അത് കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അത് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ മൊത്തമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ ഇതാ മൊത്തമായിട്ട് സെല്ലോ ടേപ്പ് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ ഒരു പെയിൻറ്റ് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം. പെയിൻറ്റ് കൊണ്ട് ഈ ഒരു പേപ്പറിൻ്റെ മേലെ മൊത്തമായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നമുക്കത് ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങിക്കഴിയുമ്പം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പം നല്ലൊരു സ്ക്രാച്ച് പേപ്പർ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പം അതിനു മുന്നേ ഞാൻ ഈ ഒരു സെല്ലോ ടേപ്പ് എക്സ്ട്രാ വരുന്ന ആ ഒരു സെല്ലോ ടേപ്പൊക്കെ ഇല്ലേ പുറത്തേക്ക് വന്നത്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്കാണ് എടുത്തത്. നിങ്ങളടുത്ത് സ്ലേറ്റിൻ്റെ ആ ഒരു മാജിക് സ്ലേറ്റിൻ്റെ മേലെ നമ്മൾ എഴുതുന്ന ആ ഒരു പെന്നില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ മഷി കഴിഞ്ഞ് റീഫിൽ അതെടുക്കാം. അപ്പം നോക്കിയേ, നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു പേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളത് ഒന്നുകിൽ ചിരണ്ടി എടുത്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മേലെ വീണ്ടും നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡ് സ്ക്രാച്ച് പേപ്പർ ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുക്കാം. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നമുക്കിതെങ്ങനെയാണ് റീയൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് ചിരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ബ്ലാക്ക് ഇതിലിപ്പോൾ മൊത്തമായിട്ട് എഴുതി കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി സ്പേസ് ഇല്ലല്ലോ, അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു ബ്ലാക്ക് ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കുക. നമ്മളവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചത് കൊണ്ട് തന്നെ അതിന് ആ പെയിൻറ്റ് താഴേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം അതായത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ വീണ്ടും ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉണങ്ങാൻ വെക്കുക. പിന്നെയും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് ഭാഗം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ ചിരണ്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇതിൻ്റെ മേലെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചാലും മതി. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് നമ്മൾ 2 കോട്ട് അടിക്കേണ്ടി വരും. കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടി 2 കോട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.